അപ്പോ മാളു എറണാകുളത്തേക്ക് നിന്റെ ഒപ്പം വരില്ലെന്ന് തന്നെയാണ് തീരുമാനം, അല്ലേ ജോബിൻ? അങ്ങനെ തീരുമാനമായിട്ടല്ല മമ്മി മാളു അത് പറഞ്ഞത്. വരാൻ താല്പര്യമില്ലെന്നാ സൂചിപ്പിച്ചത്. പക്ഷേ ഞാൻ നിർബന്ധിച്ച മാളു എന്റെ ഒപ്പം വരാൻ തയ്യാറായേക്കും. അതെന്നെ മെനക്കെട്ട് വർത്തമാനാണോ ജോക്കുട്ട? തയ്യാറായേക്കുന്നല്ലോ. മറ്റാരും പറയാതെ അവളല്ലേ നിന്റെ ഒപ്പം വരാൻ തയ്യാറാവേണ്ടത്. കെട്ടിയവന്റെ ഒപ്പം പൊറുകുന്നതല്ലേ കുടുംബത്തിൽ വരുന്ന പെങ്കൊച്ചുങ്ങളുടെ മര്യാദ. ഇതിപ്പോ ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്ന പോലെയാണല്ലോ അവളുടെ പറച്ചില്. മമ്മി എന്താ ആലോചിക്കുന്നത്? മാളുവിന് നിന്റെ ഒപ്പം വരാൻ താല്പര്യമില്ലെങ്കിൽ അവളെ നിർബന്ധിക്കാതിരിക്കുന്നതാ നല്ലത്. തന്നെയുമല്ല, വരാൻ കൂട്ടാക്കാത്തതിന് അവൾ പറഞ്ഞ കാരണങ്ങൾ സത്യസന്ധവുമാണ്. നീ എന്നാ ഡേയ്സുമോ ഇങ്ങനെയൊക്കെ പറയുന്നേ? അവളെ എങ്ങനെയെങ്കിലും ചെറുക്കൻ്റെ കൂടെ പറഞ്ഞു വിടാമെന്ന് നോക്കേണ്ടതിന് പകരം നീ ഇപ്പൊ അവൾക്ക് ഒത്താശ പാടുകയാണോ? ദേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലേലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി അവളെയും കൊണ്ട് ഇവിടെ തുടർന്ന കുടുംബത്ത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ട് പെണ്ണിനെ മര്യാദയ്ക്ക് ഇവന്റെ കൂടെ കൊച്ചിയിലേക്ക് പറഞ്ഞു വിടുന്നതാ നല്ലത്. വെറുതെ ഇവിടെ നിൽക്കുന്തോറും അവള് മറ്റേ കൊച്ചുമായിട്ടുള്ള അടുപ്പത്തിന് വഴി കൂട്ടുകയേ ഉള്ളൂ. ദേ, കർത്താവ് തമ്പുരാന്റെ അനുഗ്രഹം കൊണ്ട് ഇവനിപ്പം നല്ലൊരു ആശുപത്രി ജോലി കിട്ടി. എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ ദൈവം തമ്പുരാനായിട്ട് കൊണ്ടു തന്ന ഒരു അനുഗ്രഹമാ. അങ്ങനെ ഒരു കാര്യം വരുമ്പോ അതനുസരിക്കാതെ പെങ്കൊച്ചിന്റെ വാശിക്ക് കുടപിടിക്കാൻ നിന്നാലേ കുടുംബം മുടിഞ്ഞു പോവും. പറഞ്ഞില്ലാന്ന് വേണ്ട. ദേ ജോക്കുട്ട, ഇപ്പൊ മറ്റൊന്നും നോക്കാതെ അവളെയും കൂടെ കൂട്ടി നീ ഇവിടുന്ന് സ്ഥലം വിടുന്നതാ ബുദ്ധി. എന്നാ ഡേയ്സപ്പ നീ ഇങ്ങനെ കുന്തം വിഴിഞ്ഞു പോലെ നിൽക്കുന്നേ? ചെറുക്കന് നല്ല ബുദ്ധി ഉപദേശിക്കുന്നതിന് പകരം നീ അവന്റെ വാശിക്ക് കൂട്ടു നിൽക്കരുത്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം പറയേണ്ടത് നീ തന്നെയാ ജോബിൻ. നീ പറഞ്ഞതുപോലെ നിർബന്ധിച്ചു വേണമെങ്കിൽ അവളെ കൂടെ കൂട്ടാം. പക്ഷെ അതുകൊണ്ട് അവളുടെ മനസ്സിലെ അസ്വസ്ഥതകൾ കൂടുമെന്നല്ലാതെ നീ ഉദ്ദേശിക്കുന്ന ഒരു ഗുണം അതുകൊണ്ടുണ്ടാവണമെന്നില്ല. ഇല്ല മമ്മി, അങ്ങനെ മാളുവിനെ സങ്കടപ്പെടുത്തിക്കൊണ്ട് അവളെ ഒപ്പം കൂട്ടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. തൽക്കാലം മാളു ഇവിടെ മമ്മിയുടെ ഒപ്പം തന്നെ നിൽക്കട്ടെ. അവള് പറഞ്ഞതുപോലെ അപ്പുവും ഗീതാന്റെയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാൻ മാളുവിന്റെ പ്രസൻസ് ആവശ്യമുണ്ട്. അതൊക്കെ കഴിയുമ്പോഴേക്കും ഒരു മാറ്റത്തിന് മാളു മെന്റലി ഒന്ന് പ്രിപ്പയർഡ് ആവും. എങ്കിൽ അതാ ജോബിൻ നല്ലത്. അല്ലാതെ മാളുവിനെ ഫോഴ്സ് ചെയ്ത് നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ നോക്കുന്നത് മണ്ടത്തരവാ. ഏതായാലും നീ ഒരു കാര്യം ചെയ്യേ, മാളുവിനെ ഇവിടെ നിർത്തുന്ന കാര്യം നീ മുരളിയായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യേ. എന്താണ് അവരുടെ അഭിപ്രായം എന്നുകൂടി അറിയാലോ. ശരി മമ്മി, ഞാൻ ഇന്ന് തന്നെ മുരളിയങ്ങളിനെ കാണുന്നുണ്ട്. അപ്പൊ സംസാരിക്കാം. ഡേസമോ, ഇതൊന്നും അത്ര നല്ലതിനല്ല കേട്ടോ. അവള് കൊട്ടുന്ന താളത്തിനൊത്ത് നീയും ജോക്കുട്ടനും കൂടെ തുള്ളാൻ നിന്നാലേ ഒടുക്കം കപ്പല് മുങ്ങിപ്പോവും. പറഞ്ഞില്ലാന്ന് വേണ്ട. ജോബിൻ പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. മാളുവിനോട് കാണിക്കുന്ന ഈ കൺസിഡറേഷനിൽ എനിക്ക് നിങ്ങളോട് മതിപ്പും സ്നേഹവും ഉണ്ട്. പക്ഷേ കാര്യങ്ങളെ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് കാണണമെന്നാണ് എനിക്ക് ജോബിനോട് പറയാനുള്ളത്. അങ്കിൾ അത് ഏതർത്ഥത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ മാളുവിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തെ മുൻനിർത്തിയാണ് പറയുന്നത്. ഇപ്പം മാളു നമ്മളിലൊക്കെ പ്രതീക്ഷയും വിശ്വാസവും അർപ്പിക്കുന്നത് അവളും അപ്പുവായുള്ള ഫ്രണ്ട്ഷിപ്പിനെ നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നൊരാശ്വാസത്തില്. ആ ധാരണ നമ്മളായിട്ടിപ്പോൾ തകർക്കാൻ പാടില്ലെന്ന എൻ്റെ ഒരു തോന്നൽ. അതൊക്കെ ശരി തന്നെയാ ജോബിൻ, ഞാനും അംഗീകരിക്കുന്നു. അപ്പുവും മാളും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിന്റെ എല്ലാ നല്ല വശങ്ങളെയും പൂർണ്ണമായിട്ട് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാ. പക്ഷെ ജോബിനൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ ഫ്രണ്ട്ഷിപ്പ് ഏറ്റവും പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് ജോബിന്റെയും മാളുവിന്റെയും ജീവിതത്തെയാ. തോന്നിയിട്ടില്ല അങ്ങനെ? ഇപ്പൊ തന്നെ ജോബിനൊപ്പം എറണാകുളത്തേക്ക് വരില്ല എന്ന് മാളു പറയാൻ എന്താ കാരണം? അപ്പുമായിട്ടുള്ള ആ സൗഹൃദം തന്നെയാ. പക്ഷെ അതിന് വളം വെച്ചു കൊടുക്കുന്നത് മണ്ടത്തരവാ. എന്തൊക്കെ തടസ്സം പറഞ്ഞാലും ജോബിന് അവളെ ഒപ്പം കൂട്ടു തന്നെ വേണം. ജോബിൻ തന്നെ അതിൽ വളരെ റിജിഡായ തീരുമാനം എടുക്കുന്നത് തന്നെയാ എനിക്കും അശ്വതിക്കും താല്പര്യം. വേണമെങ്കിൽ മാളുവിനെ നിർബന്ധിച്ചൊപ്പം കൂട്ടാൻ എനിക്ക് പറ്റും.
അത് മാള് തന്നെ എന്നോട് സമ്മതിച്ച കാര്യമാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്ത അത് ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കും ഉണ്ടാക്കുക. മാളുവിൻ്റെ ആഗ്രഹങ്ങളെ ഇപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ നിഷേധിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ലെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ, ഗ്രാജുവലായി മാളുവിനെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാനാ എനിക്ക് താല്പര്യം. തീരുമാനം ഞാൻ ജോബിന് വിടുന്നു. പക്ഷെ ഞങ്ങളുടെ ഒരു അഭിപ്രായം ജോബിനെ അറിയിക്കാതെ പറ്റില്ലല്ലോ. അപ്പുവും ആളുമായി ഒരു കേവല ഫ്രണ്ട്ഷിപ്പിനപ്പുറത്തേക്ക് ഇനി ആ ബന്ധം കൂടുതൽ സ്ട്രോങ് ആകുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. അത് ഇനി എത്ര സത്യസന്ധമായ റിലേഷനാണെന്ന് പറഞ്ഞാലും. അതുകൊണ്ട് എന്തു വേണമെന്നുള്ളത് ശരിക്കും ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ. തൽക്കാലം ഈ കാര്യം അങ്കിളും ആൻറ്റി അറിഞ്ഞതായിട്ട് ഭാവിക്കണ്ട. ഞാനത് അങ്ങോട്ട് പറയാതിരിക്കുകയായിരുന്നു. ജോബിനൊരു കാര്യം ചെയ്യും, അവളെയും കൂട്ടി വീട്ടിലേക്ക് വാ. എന്നിട്ട് വളരെ കാഷ്വലായി നമുക്ക് ഈ ടോപ്പിക്ക് ചർച്ച ചെയ്യാം. ചിലപ്പോൾ ഞാനും അശ്വതിയും കൂടെ നിർബന്ധിക്കുമ്പോൾ അവൾ അവിടെ തീരുമാനം ഒന്ന് മാറ്റാനും സാധ്യതയുണ്ട്. ശരി അങ്കിൾ, ഞാൻ മാളുവിനെയും കൂട്ടി വരാം. പക്ഷേ ഒരു കാര്യം അങ്കിൾ എനിക്ക് ഉറപ്പ് തരണം. ഒരു പരിധിക്കപ്പുറം മാളുവിനെ നിർബന്ധിക്കാനോ ഭീഷണിപ്പെടുത്താനോ ആരും ശ്രമിക്കരുത്. പ്രത്യേകിച്ചും മുത്തശ്ശിയുടെ കാര്യത്തിൽ എനിക്ക് പേടി. ജോബിൻ പേടിക്കണ്ട. മാളുവിനെ വിഷമിപ്പിക്കാത്ത രീതിയിൽ തന്നെ നമുക്ക് ഈ കാര്യം ഹാൻഡിൽ ചെയ്യാം. ശരി അങ്കിൾ, ഞങ്ങൾ സൗകര്യം പോലെ അങ്ങോട്ട് ഇറങ്ങാം. ശരി. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അശ്വതി, ഇതൊന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന കടവിൽ അടുക്കില്ലെന്ന്. ജോബിന്റെ കൂടെ കൊച്ചിയിലേക്ക് പോകാതെ അവൾ ഇവിടെ തന്നെ നിൽക്കണമെന്ന് വാശി പിടിക്കുകയാണെങ്കിൽ അതിനൊരർത്ഥമേ ഉള്ളൂ. അവക്കിപ്പോഴും ആ പണിക്കരുടെ മോനെ പിരിഞ്ഞു പോകാൻ പറ്റില്ലെന്ന്. അത് സ്വന്തം ഭർത്താവിന്റെ കൂടെയാണെങ്കിലും രക്ഷിതാക്കളുടെ കൂടെയാണെങ്കിലും. പക്ഷേ മാളു അങ്ങനെ പോവില്ലാന്ന് തറപ്പിച്ചൊന്നും പറഞ്ഞിട്ടില്ലമ്മേ. പോകാൻ അവക്ക് താല്പര്യമില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ജോബിൻ നിർബന്ധിച്ച ഒപ്പം ചെല്ലാന്ന് അവള് ജോബിന് വാക്കും കൊടുത്തിട്ടുണ്ട്. നിർബന്ധിച്ചെങ്കിൽ നിർബന്ധിച്ച് ജോബിന് അവളെ ഒപ്പം കൂട്ടണമെന്ന് തന്നെ എന്റെ അഭിപ്രായം. കുറച്ചു കാലത്തേക്കെങ്കിലും അവൾ ഇവിടുന്നൊന്ന് മാറി നിന്നാ ആ നശിച്ച കൂട്ടുകെട്ട് വേണ്ടിയില്ലായിരുന്നെന്ന് അവക്ക് തന്നെ തോന്നി തുടങ്ങും. കണ്ണകന്ന മനസ്സകന്നു എന്ന് പറയുന്നത് വെറുതെ അല്ല. അല്ല, ഡോക്ടർ മുരളിയോടെന്താ പറഞ്ഞേ? അവളെ കൂടെ കൂട്ടിക്കൊണ്ടു പോകുന്ന തന്നെയല്ലേ? മാളുവിനെ നിർബന്ധിച്ചൊപ്പം കൂട്ടാൻ താല്പര്യമില്ലെന്നാ ജോബിൻ പറഞ്ഞത്. നിർബന്ധിച്ചാൽ എന്താ കുഴപ്പം? ദേ, കൈവന്ന അവസരം മണ്ടത്തരം കാണിച്ച് കളഞ്ഞു കുളിക്കരുതെന്ന് നീ മുരളിയും കൂടെ അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. അതുമല്ലെങ്കിൽ അവളെയും കൂട്ടി അവൻ ഇവിടെ വരുമ്പോ ജോബിനൊപ്പം പോയേ പറ്റുള്ളെന്ന് നീയും മുരളിയും കടിപ്പിച്ചങ്ങ് പറയണം. മുരളിയേട്ടനും അങ്ങനെ തന്നെയാ തീരുമാനിച്ചിരിക്കുന്നത്. തീരുമാനിച്ചിരിക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ സായിപ്പിനെ കാണുമ്പോ കവാത്ത് മറന്നതുപോലെ അവളെ കാണുമ്പം പറയാൻ വെച്ചതങ്ങ് വിഴുങ്ങിയേക്കരുത്. നിങ്ങൾക്ക് വയ്യെങ്കിൽ പറ, ഞാൻ പറയാം അവളോട്. പറയുക മാത്രമല്ല, അവളെ കൊണ്ട് അനുസരിപ്പിക്കുകയും ചെയ്യാം. അമ്മ ധൃതി കൂട്ടണ്ട. അവരേതായാലും ഇവിടെ വരട്ടെ. മുരളിയേട്ടൻ അനുനയത്തില് മാളുവിനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളൂ. ദേ, അനുനയത്തിലൊന്നും പറഞ്ഞ അവള് കേൾക്കാൻ കൂട്ടാക്കത്തില്ല. എന്തടവ് പ്രയോഗിച്ചിട്ടായാലും കൊച്ചിനെ ജോബിനൊപ്പം പറഞ്ഞു വിടുക തന്നെ വേണം അശ്വതി. അല്ലെങ്കിൽ കാര്യങ്ങൾ നമ്മുടെ കൈവിട്ടു പോവും. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ പിന്നെയും പറഞ്ഞോണ്ട് നടക്കുന്നത്. ഏതായാലും അവരിങ്ങ് വന്നോട്ടെ അമ്മേ, നമുക്ക് സംസാരിക്കാം. എങ്ങനെ ആയാലും വേണ്ടില്ല, നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം നടക്കണം. അത് മുരളിയോടും കൂടെ ഒന്ന് പറഞ്ഞേക്ക്. പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ മാളു. എന്നിട്ടും താൻ പറഞ്ഞ ആളിതുവരെ എത്തിയില്ലല്ലോ. ഡോക്ടർ ഇങ്ങനെ ധൃതി പിടിക്കാതെ നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാം. എന്താ വെയിറ്റ് ചെയ്ത് മടുത്ത ഡോക്ടർക്ക്? വെയിറ്റ് ചെയ്യുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആരാ നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരുന്നതെന്ന് തനിക്ക് എന്നോടൊന്ന് പറഞ്ഞൂടെ മാളു? വെറുതെ എന്തിനാ അതിനും ആവശ്യമില്ലാത്തൊരു സസ്പെൻസ്? സസ്പെൻസ് ഒന്നുമല്ല, പക്ഷെ ഡോക്ടർക്ക് അതൊരു സർപ്രൈസ് ആയിരിക്കും. എന്നെ ഞെട്ടിക്കാൻ മാത്രം ആരാണാവോ ഈ വരുന്ന VIP? ആളൊരു VIP തന്നെ. വേണമെങ്കിൽ ഡോക്ടർക്ക് ഒരു ഗസ് വർക്ക് നടത്താം. സമയവും പോയി കിട്ടും, അത്യാവശ്യം ബ്രെയിൻ ഒന്ന് വർക്ക് ചെയ്യിക്കുകയും ചെയ്യാം. എന്താ നോക്കുന്നോ? ഓ, ഇപ്പൊ ആളെ പിടികിട്ടി. എന്നാ പറയ്, ആരാ VIP? അഡ്വക്കേറ്റ് നന്ദകുമാർ. Am I right? സോറി, ഉത്തരം തികച്ചും തെറ്റാ. വേണമെങ്കിൽ ഇനി ഒരു ചാൻസ് കൂടി എടുത്തോ. വേണ്ട, ആകെ എനിക്ക് ഈ ഒരു ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി തന്റെ വക്കീലെങ്ങാനും ആണോ? ഓ,
ഹിമ മാഡം വരുന്നതിന് ഞാൻ ഇത്ര സർപ്രൈസ് ഒരുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എങ്കിലൊന്ന് പറയടോ, ആരാ ഈ വരുന്ന VIP? ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. ഞാൻ പറഞ്ഞില്ലേ, സമയം അല്പം വൈകിയാലും ഞാൻ പറഞ്ഞ ആള് വരിക തന്നെ ചെയ്യുന്നു. ഇപ്പൊ ഡോക്ടർക്ക് വിശ്വാസമായില്ലേ? അതാണ് ഞാൻ പറഞ്ഞ VIP. താൻ എന്ത് പണിയാണോ ഈ കാണിച്ചത്? താൻ എന്തിനാ അലീനോട് ഇവിടെ വരാൻ പറഞ്ഞത്? കാര്യമുണ്ട് ഡോക്ടർ. മാളു, വേണ്ട, നമുക്ക് പോവാം. നോ, എനിക്ക് അവരോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പ്ലീസ് ഡോക്ടർ. ഹലോ ഡോക്ടർ. പറഞ്ഞ സമയമായിട്ടും ഡോക്ടറെ കാണാതായപ്പോ ഞാൻ കരുതി വരില്ലായിരിക്കുന്നു. കുറച്ചുകൂടി വെയിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ പോവാൻ തുടങ്ങുമായിരുന്നു. കാണാമെന്ന് ഞാൻ വാക്ക് തന്നതല്ലേ, പറഞ്ഞ വാക്ക് തെറ്റിക്കുന്ന ശീലം എനിക്കില്ല. അതറിയാവുന്നോണ്ട് തന്നെയാ സമയം കഴിഞ്ഞിട്ടും ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്തത്. യെസ്. എന്തിനാ മാളവിക എന്നെ കാണണോന്ന് പറഞ്ഞത്? ഡോക്ടർക്ക് അറിയാലോ, ഞങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തില് ഈയിടെയായിട്ട് കുറച്ച് അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിന്റെ കാര്യവും കാരണമൊക്കെ ഡോക്ടർക്ക് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ, അല്ലേ ഡോക്ടർ? അപ്പോ ഞാനുമായി കുറച്ചു നാൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതും അറിഞ്ഞു. പിന്നെ പെട്ടെന്ന് എന്തായിരുന്നു ഒരു മടങ്ങി വരുമെന്ന് ഞാൻ ആലോചിക്കാതെ ഇരുന്നില്ല. എന്തു പറ്റി? അപ്പുവായിട്ട് താൻ ബ്രേക്കപ്പ് ആയോ? സോറി, ഡോക്ടറിന്റെ ഊഹം തെറ്റി. അപ്പവുമായിട്ടുള്ള എന്റെ ഫ്രണ്ട്ഷിപ്പ് പഴയതിലും വീണ്ടും സ്ട്രോങ് ആയതേ ഉള്ളൂ. സംശയം ഇതാ. വേണ്ട, ഈ നിൽക്കുന്ന എന്റെ സുഹൃത്ത് പറയുന്നതിനേക്കാളും എനിക്ക് വിശ്വാസം മാളവിക പറയുന്നത് തന്നെയാ. ഡോക്ടർ അലീനയും ജോബിനും തമ്മിൽ ഒരുമിച്ച് പഠിച്ചതാണെന്നും ആ സമയത്ത് നിങ്ങൾ ഇഷ്ടത്തിലായിരുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലായി. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ എപ്പോഴും അംഗീകരിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ ഏതൊരു പെണ്ണിനെ പോലെയും സ്വന്തം ഭർത്താവ് മുൻകാല കാമുകിയുമായി സൗഹൃദത്തിനപ്പുറം ഒരു ബന്ധം സൂക്ഷിക്കുന്നത് എന്നെ അസ്വസ്ഥയാക്കിയിരുന്നു. അതിന്റെ പേരില് ഞങ്ങൾ തമ്മിൽ മാനസികമായിട്ട് അകലുകയും ചെയ്തു. സോറി, ഞാൻ അറിഞ്ഞത് ഭർത്താവിന്റെ മുൻകാല പ്രണയം ആയിരുന്നില്ല മാളവിക ജോബിനുമായി തെറ്റിപ്പിരിയാൻ കാരണമെന്നാണല്ലോ. അതെ, അപ്പുവായിട്ടുള്ള റിലേഷനാണ് അതിന് കാരണമെന്ന് ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു കഥയാ. ആ കഥയുടെ യഥാർത്ഥ ക്രിയേറ്റർ ആരാണെന്ന് ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ ഡോക്ടർക്ക് മനസ്സിലാവാൻ, അല്ലേ? അപ്പൊ പറഞ്ഞു വന്നത് ഇതാ. ഞങ്ങളുടെ റിലേഷനിലുണ്ടായിരുന്ന എല്ലാ തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഞങ്ങളായിട്ട് തന്നെ ദൂരീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ പഴയ ലൈഫിലേക്ക് കടക്കുകയും ചെയ്തു. ഞങ്ങളെന്ന് ഉദ്ദേശിച്ചത് എന്നെയും ഡോക്ടർ ജോബിനെയും മാത്രമല്ല കേട്ടോ. ആ വലയത്തില് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അപ്പുവും പെടും. ഡോക്ടർ അലീനയ്ക്ക് അപ്പുവും ഞാനായിട്ടുള്ള സൗഹൃദത്തെ എങ്ങനെ വേണേലും വ്യാഖ്യാനിക്കാം. അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് എന്നെ സ്നേഹിക്കുന്ന എന്റെ ഭർത്താവിന് ഇപ്പൊ നന്നായി ബോധ്യമായിട്ടുണ്ട്. അപ്പുവായിട്ടുള്ള എന്റെ റിലേഷൻ എന്താണെന്നും എങ്ങനെയാണെന്നും ഭൂമിയിൽ എനിക്ക് എന്റെ ഭർത്താവിനെ മാത്രം കൺവിൻസ് ചെയ്താൽ മതി. അതുകൊണ്ട് ഞങ്ങളുടെ ആ സൗഹൃദത്തെ ഇനി പുറത്തുനിന്ന് ഒരിക്കലും ഡിസ്റ്റർബ് ചെയ്യാൻ ഡോക്ടർ അലീനയ്ക്ക് കഴിയില്ല. വെറുതെ അതിന് ശ്രമിക്കുകയും വേണ്ട. ഇത് ഡോക്ടറോട് നേരിട്ടൊന്ന് പറയണമെന്ന് തോന്നി. അതിനാ കാണണമെന്ന് പറഞ്ഞത്. ഒരു കാര്യം കൂടി, എന്റെ ഈ സംസാരം ജീവിതം തിരിച്ചു കിട്ടിയതിന്റെ അമിത ആവേശമോ അഹങ്കാരമോ ആയിട്ട് ദയവായി ഡോക്ടർ കാണരുത്. ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം സുഖമായും സന്തോഷമായും സമാധാനമായും ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനിടയില് ഡോക്ടർ അലീന ഒരു തടസ്സമാവരുതെന്ന് വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. മാളവിക ഭംഗിയായി സംസാരിച്ചു. പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ കൺവിൻസ്ഡ് ആണ്. സത്യത്തിൽ മാളവിക എന്നെ തമ്മിൽ കാണണമെന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിലും ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ഞാൻ നേരിൽ വന്ന് നിങ്ങൾ രണ്ടുപേരെയും കണ്ടേനെ. എനിക്കറിയാം നിങ്ങളുടെ ജീവിതത്തില് ഞാനായിട്ടുണ്ടാക്കിയ പ്രശ്നങ്ങള് എത്ര ഗുരുതരമായിരുന്നുവെന്ന്. എന്താ പറയാം, കുഞ്ഞുനാള് മുതലേ ഉള്ള എന്റെ വാശിയുടെയും തന്നിഷ്ടത്തിന്റെയും സ്വാർത്ഥതയുടെയും ഒരു വൃത്തികെട്ട വേർഷനായിരുന്നു അത്. തെറ്റിദ്ധരിക്കില്ലെങ്കിൽ വിശ്വസിക്കൂ. നിങ്ങളോട് ഞാൻ ചെയ്ത എല്ലാ ദ്രോഹങ്ങൾക്കും ആത്മാർത്ഥമായി ഞാൻ ക്ഷമ ചോദിക്കാം. പോരാത്തതിന് രണ്ടാൾക്കും സോറി, അപ്പൂനെയും കൂട്ടി 3 പേർക്കും നല്ലൊരു ജീവിതവും സൗഹൃദവും ആശംസിക്കുന്നു.
എവിടെയെങ്കിലും വെച്ച് കണ്ടാ നല്ല സുഹൃത്തുക്കളായി നമ്മൾ സംസാരിക്കും, പെരുമാറും. എന്റെ ഭാഗത്ത് നിന്ന് ഇനി ഒരു ശല്യവും നിങ്ങൾക്കുണ്ടാവില്ല. അത്രയും ഉറപ്പ് ഞാൻ തന്നാ പോരെ മാളവികയ്ക്ക്? താങ്ക് യു ഡോക്ടർ. ഡോക്ടർ പറഞ്ഞതുപോലെ കണ്ടാൽ ആത്മാർത്ഥമായും ചിരിക്കാൻ കഴിയുന്ന നല്ല സുഹൃത്തുക്കളായി തന്നെ നമുക്ക് പിരിയാം. നേരിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോൾ വന്നതിനും സംസാരിച്ചതിനും സഹകരിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ. ഓക്കെ അലീന, സി യു. എക്സ്ക്യൂസ് മീ, ഡോക്ടർ ജോബിനോട് ഞാനൊരു 2 മിനിറ്റ് പേഴ്സണലായി സംസാരിക്കുന്നാല് മാളവികയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നോ, ഒരു ബുദ്ധിമുട്ടുമില്ല. 2 മിനിറ്റ് ആക്കണ്ട. ഡോക്ടർക്ക് ഫ്രണ്ടിനോട് പറയാനുള്ളതെല്ലാം പറയാം. ഞാൻ കാറിൽ വെയിറ്റ് ചെയ്തോളാം. കൊള്ളാം, നിന്റെ ഭാര്യ വളരെ നന്നായി സംസാരിച്ചു. ശരിക്കും ഞാൻ മാളവികയിൽ ഇപ്പോഴാ ഇംപ്രസ്ഡ് ആയത് കേട്ടോ. എന്തു പറ്റി? ഭാര്യയുടെ മുന്നിൽ വല്ലാതങ്ങ് സൈലന്റ് ആയി പോയല്ലോ നീ. ഞാൻ കരുതിയത് മാളവികയെ മുന്നിൽ നിർത്തി നീയായിരിക്കും എന്നോട് സംസാരിക്കാൻ വരുന്നതെന്ന്. എനിക്ക് പറയാനുള്ളതൊക്കെ തന്നെയാ മാളു തന്നോട് പറഞ്ഞത്. അത് പറയാൻ മറ്റാരെക്കാളും അവകാശമുള്ളത് മാളു ആയതുകൊണ്ട് ഞാൻ സൈലന്റ് ആയെന്നേ ഉള്ളൂ. എന്തായാലും എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് കോംപ്രമൈസ് ചെയ്ത് ദാമ്പത്യ ജീവിതത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുന്ന എന്റെ കൂട്ടുകാരന് എല്ലാവിധ ആശംസകളും. താങ്ക്സ്. ഈ ആശംസകൾ നേരത്തെ തന്നാണല്ലോ. അലീനയ്ക്ക് മറ്റെന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഞാൻ നിന്റെ മമ്മിയെ വന്ന് കണ്ടിരുന്നു. അതറിഞ്ഞു. ഭാര്യയും കൂട്ടി നീ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാണല്ലേ? എറണാകുളത്ത് ഉടനെ ജോയിൻ ചെയ്യണം. മാളുവിനെ ഒപ്പം കൂട്ടുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ല. ഞാൻ നിന്റെ മമ്മിയോട് ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു. അതിനി ഒരിക്കലും സ്കോപ്പില്ലെന്ന് അറിയാം. എങ്കിലും നിന്നോടാവുമ്പോ കുറച്ച് ഫ്രീ ആയിട്ട് പറയാലോ. നിങ്ങളുടെ ജീവിതം ഒരിക്കലും ഒരു ഫെയിലിയർ ആകാതിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊന്നും ആയിരിക്കില്ലല്ലോ ചിലപ്പോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ എപ്പോഴെങ്കിലും എന്നെങ്കിലും ഏതെങ്കിലും ഒരു കാരണത്തിന്റെ പുറത്ത് ഇപ്പൊ എടുത്ത ഈ തീരുമാനം തെറ്റായി പോയെന്ന് നിനക്ക് തോന്നിയാ അന്ന് നീ എനിക്ക് വേണ്ടി ഒരു ഫേവർ ചെയ്യണം. അപ്പോഴും ഞാൻ നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നോ, അത് പാടില്ല അലീന, ഒരിക്കലും പാടില്ല. ഇനിയും ഇങ്ങനൊരു ആഗ്രഹം അലീന മനസ്സിൽ കൊണ്ട് നടക്കാൻ പാടില്ല. എത്രയും പെട്ടെന്ന് താൻ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തയുണ്ടായത് കൊണ്ടാണല്ലോ ഇങ്ങനൊരു കാര്യം ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത്. ഇല്ല, ഒരു കാരണത്തിന്റെ പേരിലും ഞാനും മാളുവും തമ്മിലുള്ള ജീവിതം ഫെയിലിയർ ആവില്ല. ആവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇനി അലീനയായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി. എന്താ താൻ ചിരിച്ചത്? ഒന്നുമില്ല, നീ പേടിക്കണ്ട. ഞാനായിട്ട് നിങ്ങളുടെ ജീവിതത്തില് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ദൈവം അങ്ങനെ ഉണ്ടാക്കാതിരിക്കട്ടെ. അത് നമ്മൾ വിചാരിച്ചാൽ തടയാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നീ എന്നെ ഒഴിവാക്കരുതെന്നേ ഞാൻ അർത്ഥമാക്കിയുള്ളൂ.